ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ചിന്റെ വീഡിയോനെ പറ്റിയൊക്കെ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ മെമ്പർഷിപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു ചാനലിൽ നമ്മൾ രാത്രി ഡെയിലി ലൈവ് ഇപ്പോൾ വരുന്നുണ്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്ന് പറയാനുള്ള ഓൾറെഡി ഗൈസ് നമ്മുടെ റാക്കറ്റിച്ച് എന്താ പറയുക നമ്മുടെ ഓൾറെഡി റിട്ടയർമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാർഡിന്റെ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ആ കാർഡുകൾ എൻ്റെ കയ്യിൽ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടൊരു എന്താ പറയുക സെറ്റ് ആക്കാം കേട്ടോ, ഫസ്റ്റ് ഇംപ്രഷൻ റെഡിയാക്കാം. അതുപോലെ തന്നെ മച്ചാമാർ ഓൾറെഡി എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ഡിവിഷൻ മാച്ച് സെറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു കിടിലൻ മാച്ചാണ് കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വ്യാഴാഴ്ചയാണ് നമ്മുടെ ഫ്രീ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഈ വ്യാഴാഴ്ച തന്നെ ആയിരിക്കും മിക്കപ്പോഴും മച്ചാമാരെ വരാൻ ചാൻസ് ഉള്ള. കാരണം ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഡോർമുണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അവർ തന്നെ ആയിരിക്കും ഈ ഒരു ഇതിൻ്റെ മിക്കവാറും അവരായിരിക്കാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണന്റ് എങ്ങനെയുണ്ടെന്ന്. ബെയിലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ ഒരു കിടിലൻ കാർഡാണ് ബെക്കംബർ ഡബിൾ ബൂസ്റ്റർ പേ ടു വിൻ അക്കൗണ്ടാണ്. അതായത് ഫണ്ട് പൊട്ടിച്ചിട്ടുള്ള അക്കൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ ഇതിലെല്ലാ ഫസ്റ്റ് ഇംപ്രഷനും ഉണ്ട്. മച്ചാമാരെ മാൾഡിനി ഉണ്ട്, ലിലിയൻ തൂറാം ഉണ്ട്, വാൻഡീജിക് ഉണ്ട്, റൂബൻ ഡയസ് ഉണ്ട്, മൈക്കിളാശാൻ ഉണ്ട്, മത്യൂസ് ഉണ്ട്, ജെറാഡ് ഉണ്ട്, ബെയിലുണ്ട്, എംബാപ്പെ ഉണ്ട്, ഷെവൻകെ ഉണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് എന്താണ് ഇത് 4-2-1-3 ആണ് യൂസ് ചെയ്യുന്നത് കളക്റ്റീവ് സ്ട്രെങ്ത്. എൻ്റെ മച്ചാമാരെ നിങ്ങളുടെ കളക്റ്റീവ് സ്ട്രെങ്ത് ഒക്കെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് അത്യാവശ്യം നല്ലോണം അടിക്കുന്ന ഒരു അക്കൗണ്ടാണ്. കാരണം എല്ലാം അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാൻ വെച്ചാൽ വരെ നമ്മുടെ ഈ ഒരു ഫ്രീ ടു പ്ലേ അക്കൗണ്ടിൽ നിന്ന് വേഴ്സസ് പേ ടു വിൻ അക്കൗണ്ടും അതേപോലെ തന്നെ ലിലിയൻ തുറാമിൻ്റെ മാഡിനിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കോംബോ വീഡിയോയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സിംഗിൾ ബൂസ്റ്ററാണ് നമ്മുടെ മാനേജർ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് മാച്ച് തുടങ്ങാം. എംബാപ്പെ 2 ഡബിൾ ബൂസ്റ്റർ എംബാപ്പയാണ്. അപ്പോൾ എന്തായാലും ആശാൻ അടിച്ചു കയറും. മത്യൂസ് 2 നമുക്ക് നോക്കി നോക്കാം. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, വാൻഡീജിക്ക് അപ്പോൾ CB ആയാലും LB ആയാലും എല്ലാം മച്ചാൻ ലോക്കാക്കുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പം എംബാപ്പെ ബെയില് ഗൈസ്, ബെയില് എടാ ഒരു ഷോട്ട്, എടാ ബ്ലിറ്റ്സ് മച്ചാമാരെ, എടാ എൻ്റെ നെറ്റ് പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ബ്ലിറ്റ്സ് ആണ് നമ്മുടെ ബെയിൽ അടിച്ചത്. എടാ എനിക്ക് ഓൾറെഡി ഈ ബെയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ മറ്റേ ലിലിയൻ തോറാമിനെ കിട്ടിയൊരു കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഓൾറെഡി ട്രിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മാനുവർ ടു നമുക്ക് നോക്കി നോക്കാം. നെയ്മറിലേക്കാണ്, നെയ്മർ ടു സാബി അലോൺസോ. മച്ചാമരാണ് ഞാൻ ഇന്നലെ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡിലാണ് കളിച്ചത്. കഫു ടു മച്ചാമര ഓൾറെഡി നമുക്ക് നോക്കാം. കഫു ടു എടാ പിടിച്ച് മാൾഡിനി ഗൈസ്. അപ്പം അത്യാവശ്യം നല്ലൊരു സ്ക്വാഡാണ്. പിന്നെ മച്ചാമര ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലത്തെ ടീമിനെക്കാട്ടും കുറച്ച് വേരിയേഷൻ വരുത്തി. ആ വേരിയേഷൻ വരുത്തിയത് പണിയായെന്ന് എനിക്ക് തോന്നുന്നത്. സെർജിനിഹോ, ജെറാഡ് ഗൈസ്. അപ്പം കിട്ടിയിട്ടുണ്ട് നെയ്മർ, എടാ മത്യൂസ്, പിന്നെ ബെയില്. ഓക്കെ എടാ കിട്ടി മച്ചാമാരെ. നമ്മുടെ MSN സുവാരസിന് കിട്ടിയിട്ടുണ്ട്. നെയ്മർ എടാ അതെന്താ ഷോട്ട് അടിക്കാത്ത വാൻഡീജിക്ക് ഗൈസ്. ഓൾറെഡി ഇവരിപ്പോൾ ഡിഫൻസൊക്കെ ആയാലും അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം പേറ്റുവിനൊക്കെ ഉണ്ടാകാൻ തോന്നുന്നു. കാരണം എന്തായാലും ഗൈസ് അപ്പോൾ ഫൗൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോണീനെ വെച്ചിട്ട് ഗൈസ്. ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ സലിബ ഉണ്ടല്ലോ, സലിബേന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 102-103 വരെ പോണ കാർഡാണ്. എനിക്ക് ഒരു സിംഗിൾ ബൂസ്റ്റർ ആയതുകൊണ്ട് അത്രയും കയറാൻ ചാൻസ് ഇല്ല. ബെയിലാണ് ഗൈസ്. അപ്പോൾ ഫ്രീ കിക്ക് അടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ഓൾറെഡി നമ്മുടെ പോഗ്ബയുടെ കാർഡുകളൊക്കെ വരാനുള്ള ചാൻസ് ഹൈ ആണ്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ പോഗ്ബ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പോഗ്ബയുടെ കാർഡുകൾ മിക്കവാറും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡോർമുണ്ട് FC ഡോർമുണ്ടായിട്ട് ടീമുമായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ മിക്കവാറും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് വെച്ചാൽ മതി. മെസ്സി എടാ മാഡിനിട്ട് ഷോട്ട്. ഷെവൻകോ സീനില്ല. കാരണം ഓൾറെഡി സെർജിൻഹോ, നമ്മുടെ നെയ്മർ, ഓക്കെ സുവാരസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ കയറി അടിച്ചാൽ മതിയായിരുന്നു. സ്റ്റണ്ണിങ് അടിച്ച് കയറുന്നൊരു ഗോളായിരുന്നു. നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരു ഷോട്ട് അടിച്ചെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ളൊരു ആക്ഷനിൽ സംഭവിച്ചു പോയതാണ് ഗൈസ്. അപ്പോൾ വാൻഡീജിക്ക് ഗൈസ്, ഈ വാൻഡീജിക്ക് കുറച്ച് സീനാണ്. മുസൈലുണ്ട് കേട്ടോ ഗൈസ്. ഇവരുടെ അടുത്ത് മുസൈലുണ്ട്. അതും സിംഗിൾ ബൂസ്റ്റർ മുസൈലിയാണ്, പോർവേ ഒന്നും അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മച്ചാമനാടാ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അക്കൗണ്ട് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് പേറ്റുവിൻ അക്കൗണ്ട് തന്നെയാണ്. കാരണം ഇത്ര എപ്പിക്കും എല്ലാം ഉള്ളതുകൊണ്ട്, അതും സിംഗിൾ ബൂസ്റ്ററൊന്നുമല്ല ഡബിൾ ബൂസ്റ്റർ സാധനങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഗൈസ്. എത്ര ഫണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവുന്ന എന്തായാലും ഓപ്പോണൻറ്റ് പറയാൻ പറ്റില്ല ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബറിൽ ആരെങ്കിലും ആവാനും ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ഗൈസ്. ഇപ്പോൾ ആണെങ്കിൽ മഴയാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും അപ്പോൾ മഴയാണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ മഴ കൊണ്ടുപോകണേ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാറില്ല അത്യാവശ്യം മച്ചാമനാണ് ഇന്ന്. അതുപോലെ തന്നെ പണിമുടക്കം കാര്യങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജെറാഡ് നമുക്ക് നോക്കിയൊക്കെ ജെറാഡ് 2 നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മച്ചാമൻ്റെ. സുവാരസ് ഓക്കെ. നെയ്മർ ഗൈസ്. ഇവിടെ ഈ തൂറാമുള്ളതുകൊണ്ട് സീനാണ് പേരും. എടാ ഞാൻ മിസ്പാസ് ചെയ്തടാ. ഇത്
ഞാൻ ഓൾറെഡി നമ്മുടെ സാബിക്ക് കൊടുക്കാൻ വെച്ച പാസ്സാണ് ഗൈസ്. അപ്പോൾ നോക്കി നോക്കാം. ജെറാഡ് ഓക്കെ, ടോണി എടാ പണിയായി എംബാപ്പയുടെ ബ്ലോക്ക് ഓക്കെ, ബ്ലോക്ക് നല്ലൊരു ബ്ലോക്ക് ജെറാഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാബി അലോൺസോ ടു നമ്മുടെ മെസ്സി ടു വീണ്ടും കഫു ടു സാബി ടു നമ്മുടെ സെർജിൻഹോ ടു എൻ്റെ പൊന്ന് കയ്യിൽ ഇത് ചടപട പാസ്സാട്ടോ. എടാ ഇത് എടുക്കാനൊന്നും ആരും ഇല്ലേ ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ടോണി ആഡംസ് ടു ജെറാഡ് ടു ഗരത്ത് ബെയിലിലേക്ക് പോയി ഗൈസ്. ഈ ഒരു ബെയിൽ കാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ BBC അങ്ങ് ഇട്ടേനെ. കാരണം എൻ്റെ അടുത്ത് ബെയിലിൻ്റെ കാർഡ് ഇല്ല, അതുകൊണ്ട് ബെൻസിമ ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ബെയിലിൻ്റെ കാർഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ BBC ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ BBC കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് MSN BBC തമ്മിലൊരു കോംബോ മാച്ച് ഇട്ടേനെ ചാൻസ് ഇല്ല ഗൈസ്. അപ്പം ബെയില് അടുത്തൊരു ചാൻസ് അവന്മാർക്കുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെസ്റ്റ് കീപ്പർ എന്നാണ് ഓപ്പോണൻ്റെ പേര്. അപ്പോൾ ഗൈസ് എന്തായാലും നോക്കുകയാണെങ്കിൽ 2 ഷോട്ട് നമ്മളും 1 ഷോട്ട് പയ്യൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതുവരെ ഇത് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്താ നടക്കാൻ നോക്കാം ഗൈസ്. ലൂയിസ് സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു നെയ്മർ ടു സുവാരസ്. ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോട്ട് ഇവരാ ഇത് എന്താ ഇത് ഗൈസ്. ഈ സ്മൈക്കിളാശൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. കാരണം ഒന്നാമത് ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. അപ്പോൾ ആ ഒരു ബോളിൻ്റെ പവർ എന്തായാലും കാർഡുകൾക്ക് ഉണ്ടാവും. ഞാൻ എന്നാലും ഒരു സ്റ്റണ്ണിങ് ഗൈസ്. ഒന്നാമത് ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ സ്റ്റണ്ണിങ് അടിക്കാൻ നേരത്ത് ബട്ടൺ എനിക്ക് കറക്റ്റാണ് ഇത് കിട്ടൂല. അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ്. എനിക്കൊന്നും ബട്ടണൊക്കെ ഇതാകുന്ന നല്ലൊരു ചാൻസ് കിട്ടുമോ? മുസൈല സിംഗിൾ ബൂസ്റ്റർ മുസൈലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഫ്രണ്ടിൽ ഓടുന്ന എംബാപ്പയ്ക്കായിരിക്കും പാസ്. അല്ലല്ല ഷെവൻകോ ഗൈസ്. നിൽക്കണ ഓടണ ഓക്കെ. എൻ്റെ പൊന്നു ഗൈസ് കറക്റ്റ് ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. സാബി ടു മുസൈല ടു നെയ്മർ ടു നമ്മുടെ മുസൈല ബാക്കോട്ട്. ഓക്കെ സാബി ഗൈസ്. അവിടെ എത്ര സംഭവം. അടുത്ത ഷോട്ട് ഗൈസ്. സാബിനെ വീഴ്ത്തി അവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഫൗളൊന്നും വന്നിട്ടില്ല. എനിക്കൊന്ന് 2 വീണ തോന്നുന്നു ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്തവിടെ ഷെവൻകോ ഗൈസ് അവിടെ. ഓക്കെ കറക്റ്റ് കയറി വന്നു. ജെറാഡ് ടു ഓക്കെ നെയ്മർ ടു മുസൈല ടു നമ്മുടെ ഒരു കിടിലൻ പാസ്. നല്ല പാസ് ഉണ്ട് കേട്ടോ ഗൈസ്. മെസ്സി ഓക്കെ സാബിയലുണ്ടോ ഗൈസ്. ഇതൊരു ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നല്ല ഇത് നമുക്ക് അടിക്കണം. ഇതൊരുമാതിരി കളിയായല്ലോ എൻ്റെ പൊന്ന് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ അത് ഓഫ് സൈഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോൾ അടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നോക്കി നോക്കാം. പക്ഷേ 61 മിനിറ്റ് ആയിട്ടോ ഗൈസ്. നമ്മൾ നെയ്മറിനെ ഇതാക്കിയിട്ട് ഡെന്നിസ്റ്റോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മുസൈല ടു ഇത് പണിയാണ് മത്യൂസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജെറാഡ് ടു മുസൈല. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇത് എന്താണ് ഇത് റൂബൻ ഡയസ് ഗൈസ്. വാൻഡേജിക്കാണ് ഇവരുടെ സീനുള്ളൂ. ബാക്കി റൂബൻ ഡയസ് ഡബിൾ ബൂസ്റ്റർ ആയാലും ഒരു സീനാണ്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ മെസ്സി ടു ഷെവൻകോ കഫു ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് പോയി ഗൈസ്. എനിക്ക് തോന്നുന്നു കോസ്റ്റാട്ടല്ല അവരുടെ അത്യാവശ്യം നല്ല ഡബിൾ ബൂസ്റ്റർ കാർഡ് ആയതുകൊണ്ട് അവർ ആ ഒരു പ്ലേയേഴ്സിനെ കിട്ടിയിട്ടാണ്. എന്തായാലും ഗൈസ് നമ്മുടെ മാർഡിനെയും പിന്നെ തൂറാമും കിട്ടിയ ഒരു പയ്യനാണ്. ജെറാഡ് ടു നമ്മുടെ സുവാരസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാൻസ്. മത്യൂസ് ഈ ചെങ്ങായി കാർഡുകൾ പണിയാണല്ലോ ഗൈസ്. ഈ വാൻറ്റേജ് കൊണ്ടുപോകുന്ന ഇവിടെ ഒരു സ്പേസ് വരുന്നില്ല, അതാണ് പ്രശ്നം. കണ്ടോ ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. റൂബൻ ഡയസ് ഇപ്രാവശ്യം ബ്ലോക്കാക്കി ഗൈസ്. 2 പേരുടെയിലും മുസൈല. സോ ഗൈസ് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അവന്മാർക്ക് ഗൈസ്. ഓക്കെ ടോണി ആഡംസ് എടുത്ത് ബാക്കോട്ട് എന്നെ പണി കിട്ടും ഗൈസ്. മുസൈല ടു ഇത് പണി. മുസൈല വേഴ്സസ് മുസൈല ഗൈസ്. സിംഗിൾ ബൂസ്റ്റർ അവർ പോകുന്നത് 2ൽ ഏതാണ് നല്ലതെന്ന് ഗൈസ്. അപ്പോൾ ബെയിലിലേക്ക് പോയി ഗൈസ്. എനിക്ക് തോന്നുന്നു അവർ വീണ്ടും ഒരു വലിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഓപ്പണെ നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഷോട്ട് സ്റ്റണ്ണിങ് അടിക്കാനുള്ള പരിപാടിയാണോ ഗൈസ്. സാബി അലോൺസോ ടു നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടി. ഈ വാൻഡേജിക്ക് ജെറാഡ് ഗൈസ് നല്ലൊരു ചാൻസ്. റുമീനെ ഇറക്കിയടാ റൂമി ഗൈസ്. റുമി ഇറങ്ങിയിട്ടുണ്ട്. ജെറാഡ് ടു സാബി ടു മുസൈല ടു നമ്മുടെ സുവാരസ്. ഓക്കെ ഡെന്നിസ്റ്റോ. ഓക്കെ ലിലിയൻ തൂറാമിനെ നമ്മൾ വെട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഷോട്ട് അടിക്കാം. നമുക്കൊരു ഹെഡ് കൊടുത്തു നോക്കാം. എന്താണിത് എൻ്റെ പൊന്ന് ഗൈസ്. നമ്മുടെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, അത് അടിച്ചും ചെയ്തു. പോസ്റ്റ് തട്ടിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് വല്ലതാണെന്ന് അറിയില്ല. എന്തായാലും പോസ്റ്റ് തട്ടിപ്പോയി. നമ്മൾ
ഒരു പണി ചെയ്യാം, നമ്മൾ ഓവൻ ഇറക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ന്യൂനോനെ ഇപ്പോൾ ഇറക്കുന്നില്ല, മറഡോണെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ആങ്കറിങ്ങിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താണ്. എന്തായാലും മച്ചാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷനൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി കേസ് നമ്മുടെ ഈ മഴ പോകുന്നതും വരുന്നതുകൊണ്ടും എല്ലാ പ്രശ്നം കാരണം നമ്മുടെ ലൈറ്റിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഓൾറെഡി വരവും ഇതൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ മാറ്റമുണ്ട്. നമുക്കെല്ലാം സെറ്റാക്കാം എന്തായാലും, അതുകൊണ്ടാണ്. പിന്നെ ഓൾറെഡി കേസ് ജെറാഡിന് നമ്മൾ സബ് ചെയ്തിട്ട്, നമ്മളല്ല അവർ ഓൾറെഡി സബ് ചെയ്തിട്ട് സാബീൻ ഇറക്കിയിട്ടുണ്ട്, മത്യൂസും സബ് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം, ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡയസ് ഗൈസ് ഇപ്പോൾ ഇവന്മാർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ് നല്ലൊരു ചാൻസ് ഉണ്ട്. മറഡോണ ടു ഡെനിസ്ലോ ടു ഗൈസ് നല്ലൊരു ചാൻസ് ഉണ്ട്. ഓവൻ ടു ഈ വാൻഡിജിക്ക് ബ്ലോക്കാണല്ലോ ഗൈസ്, ഫുൾ ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക്. ഡെന്നിസ് ബെർക്കാമ്പ്, ബെബേറ്റോ ഗൈസ്, ബെബേറ്റോ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് മച്ചാൻ. അപ്പം ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. അപ്പം നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ജയിച്ചില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല 2-4 ഷോട്ട് അടിച്ചു, പക്ഷേ അവരുടെ ഗോളി കുറച്ച് സീനായിരുന്നു, അതുകൊണ്ട് അത് അടിക്കാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്ക്വാഡുള്ള ഒരു ഓപ്പോണൻ്റാണ് വന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഒരു കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 4 ഷോട്ട് അടിച്ചു, ഓപ്പോണൻറ്റ് 2 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അവരുടെ ഗോളി കാരണം അവർ ഒരു ഗോൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഗൈസ് സ്മൈക്കിളുണ്ട്, പീറ്ററുമാണ്, ഡയസുണ്ട്, മാൾഡിനി ഉണ്ട്, എംബാപ്പെ ഉണ്ട്. നമ്മുടെ ഈ അടുത്ത് വന്ന കാർഡുകളാണ്. പയ്യൻസിൻ്റെ അടുത്ത് എത്തിക്കുന്ന റോമിയോ ഉണ്ട്, ലിലിയൻ തൂറാം ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.